നിയമസഭാ മണ്ഡലങ്ങളിലെ ജില്ലാതല അവലോകനം നടത്തുകയാണ് കേരള വിഷൻ ന്യൂസ്. കാണാം എറണാകുളം ജില്ലയിലെ അവലോകനം. മധ്യ കേരളത്തിൽ UDFിന്റെ നെടുംകോട്ടയാണ് എറണാകുളം ജില്ല. കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ ജില്ലയ്ക്ക് നിർണായക പങ്കുണ്ട്. രാഷ്ട്രീയ സമുദായ സമവാക്യങ്ങളിലെ മാറ്റം ചിലപ്പോഴെങ്കിലും UDFിനെ അടിതെറ്റിക്കാറുണ്ട്. കേരളത്തിന്റെ വ്യവസായ മേഖല ഉൾപ്പെടുന്ന ജില്ലയിൽ തീരദേശവും മലയോര മേഖലയും ഉൾപ്പെടും. ജില്ലയുടെ ഉൾപ്രദേശങ്ങൾ പോലും നഗരസ്വഭാവം കൈവരിച്ച ജില്ലയിൽ വോട്ടർമാരുടെ മനസ്സ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പിടികിട്ടാറില്ല. ഹിന്ദു സമുദായത്തിനാണ് ജില്ലയിലെ വോട്ട് ബാങ്കിൽ മേൽക്കൈ. ഹൈന്ദവർ 46% വരും. ക്രൈസ്തവരും മുസ്ലിങ്ങളും ശക്തമായ വോട്ട് ബാങ്ക്. ക്രൈസ്തവർ 38%, മുസ്ലിങ്ങൾ 15% വരും. ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഫലം നിർണ്ണയിക്കുന്നതിൽ മതന്യൂനപക്ഷങ്ങൾ നിർണായക പങ്കാണ് വഹിക്കുന്നത്. ഓർത്തഡോക്സ് യാക്കോബായ സഭകൾക്ക് വേരോട്ടമുള്ള ജില്ലയിൽ സഭാതർക്കം എന്നും തെരഞ്ഞെടുപ്പ് വിഷയമാണ്. ജില്ലയിൽ 2020 പാർട്ടിയുടെ നിലപാട് ഇത്തവണ മുന്നണികൾക്ക് തലവേദനയായിട്ടുണ്ട്. 2020 NDA മുന്നണിയുടെ ഭാഗമായതോടെ കുന്നത്തുനാടടക്കം ചില മണ്ഡലങ്ങളിൽ NDA മുന്നണികൾക്ക് ശക്തമായ വെല്ലുവിളിയാണ് ഉയരുന്നത്. ജില്ലയിൽ 14 മണ്ഡലങ്ങളാണുള്ളത്. കോതമംഗലം, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, പിറവം, കുന്നത്തുനാട്, ആലുവ, അങ്കമാലി, കളമശ്ശേരി, തൃക്കാക്കര, എറണാകുളം, വൈപ്പിൻ, പറവൂർ, കൊച്ചി, തൃപ്പൂണിത്തുറ എന്നിവയാണ് ജില്ലയുടെ പരിധിയിൽ വരുന്ന മണ്ഡലങ്ങൾ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 14 മണ്ഡലങ്ങളിൽ 9 UDFും 5 LDFുമാണ് നേടിയത്. പൊതുവെ UDF അനുകൂല മനസ്സ് പ്രകടിപ്പിക്കുമ്പോഴും രാഷ്ട്രീയ സാമുദായിക അടിയൊഴുക്കുകൾ മണ്ഡലങ്ങളിൽ അട്ടിമറിക്ക് കാരണമാവാറുണ്ട്. ജില്ലയിലെ UDF കോട്ടകൾ LDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ മടി കാണിച്ചിട്ടില്ലെന്നതാണ് ചരിത്രം. ഭൂരിപക്ഷം മണ്ഡലങ്ങളും ചാഞ്ചാട്ട സ്വഭാവം പ്രകടിപ്പിക്കുന്നവയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ജില്ല പതിവായി UDF സ്ഥാനാർത്ഥികൾക്കൊപ്പമാണെന്ന് കാണാം. കഴിഞ്ഞ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ നഗരമേഖല ഉൾപ്പെടുന്ന എറണാകുളം ലോക്സഭാ മണ്ഡലം UDFിനൊപ്പമാണ്. ഹൈബീഡിന് തൃക്കാക്കര, എറണാകുളം, വൈപ്പിൻ, പറവൂർ, കളമശ്ശേരി, കൊച്ചി, തൃപ്പൂണിത്തുറ അസംബ്ലി മണ്ഡലങ്ങൾ മികച്ച ലീഡാണ് നൽകിയത്. ജില്ലയിലെ പെരുമ്പാവൂർ, കുന്നത്തുനാട്, ആലുവ, അങ്കമാലി മണ്ഡലങ്ങൾ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിലും, കോതമംഗലം, മൂവാറ്റുപുഴ മണ്ഡലങ്ങൾ ഇടുക്കി മണ്ഡലത്തിന്റെ പരിധിയിലും, പിറവം മണ്ഡലം കോട്ടയം ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിലുമാണ് വരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ചാലക്കുടിയും കോട്ടയവും UDFിനെയാണ് അധികവും പിന്തുണയ്ക്കുന്നത്. ജില്ലയിൽ 2020 പാർട്ടിയുടെ നിലപാടാണ് തെരഞ്ഞെടുപ്പിനെ സവിശേഷമാക്കുന്നത്. 3 മുന്നണികളോടും അകലം പാലിച്ചിരുന്ന 2020 ഇത്തവണ NDA പാളയത്തിലെത്തിയത് തെരഞ്ഞെടുപ്പ് ഫലം പ്രവചനാതീതമാക്കിയിട്ടുണ്ട്. കുന്നത്തുനാട് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന ശ്രദ്ധയാകർഷിക്കുന്നതാണ്. സമുദായ വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിഞ്ഞാൽ കുന്നത്തുനാട്ടിൽ അട്ടിമറി പ്രതീക്ഷിക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി പിടിച്ച BJPയുടെ ശക്തമായ അടിത്തറയിലാണ് 2020 സ്ഥാനാർത്ഥി അഞ്ജലി നായരുടെ പ്രതീക്ഷ. ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടിതെറ്റിയ നിലയിലാണ് ഇടതുമുന്നണി. കോർപ്പറേഷൻ ഭരണം കൈവിട്ടെന്ന് മാത്രമല്ല, ഡിവിഷനുകളിൽ ജയം കുത്തനെ ഇടിഞ്ഞു. ജില്ലാ പഞ്ചായത്തിൽ മുന്നണി 3 ഡിവിഷനിൽ ഒതുങ്ങി. തൃപ്പൂണിത്തുറ അടക്കം മുനിസിപ്പാലിറ്റികൾ കൈവിട്ടുപോയി. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 1 മാത്രമാണ് ജയം. ഗ്രാമപഞ്ചായത്തുകളിൽ തകർന്നടിഞ്ഞു. വിജയം 7 ഗ്രാമപഞ്ചായത്തുകളിൽ മാത്രമായി ഒതുങ്ങി. തദ്ദേശഫലം അസംബ്ലി മണ്ഡലം തലത്തിൽ പരിശോധിച്ചാൽ LDFിന് പ്രതീക്ഷയ്ക്ക് വക കാണുന്നില്ല. 14 മണ്ഡലങ്ങളും UDF പക്ഷത്തേക്ക് ചാഞ്ഞു. 2021 LDF വിജയിച്ച 5 മണ്ഡലങ്ങളും UDFിന് മികച്ച ലീഡാണ് നൽകിയത്. വികസന നേട്ടങ്ങളും അഴിമതി വിരുദ്ധ പ്രതിച്ഛായയും ജില്ലയിൽ വോട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം. ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്ന വിദേശ സഹായത്തിന് നിയന്ത്രണം വരുന്നുവെന്ന പ്രചാരണം സഭകളുടെ എതിർപ്പ് ക്ഷണിച്ചു വരുത്തിയത് ജില്ലയിൽ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. സർക്കാർ വിരുദ്ധ വികാരം വോട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് UDF കേന്ദ്രങ്ങൾ. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.